കെ മുരളീധരനായി തിരുവനന്തപുരത്തും പോസ്റ്റർ. കെപിസിസി ഡിസിസി ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നയിക്കാൻ നായകൻ വരട്ടെ എന്നും വർഗീയതയ്ക്കെതിരായ പ്രതീകമാണ് മുരളീധരനെന്നും പോസ്റ്ററിലുണ്ട്. എന്നാൽ പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ മുതിർന്നിട്ടില്ലെങ്കിലും പോസ്റ്റർ കോൺഗ്രസിനുള്ളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. കെ ബി ശ്യാമപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, രാജ്യസഭാ സീറ്റ് വിഭജനവുമെല്ലാം തന്നെ പൂർത്തിയായി. എന്നാൽ തലസ്ഥാനത്ത് ആ ഒരു പോസ്റ്റർ യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കെ മുരളീധരനായ പോസ്റ്ററുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് ഈ പോസ്റ്ററിലുള്ളത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പെന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളെന്നും അജയനാണ്, നിങ്ങൾക്ക് അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്ററിൻ്റെ തലവാചകങ്ങൾ. എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുരളീധരനെ അറിയാവുന്നവർക്കും ഒപ്പം തന്നെ ജനങ്ങൾക്കും എത്ര പ്രിയപ്പെട്ടതാണെന്നാണ് ഈ പോസ്റ്ററിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആരായാലും എന്തായാലും ഇത് ആരാണെന്നുള്ള ഇതിൻ്റെ കാര്യത്തിൽ ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റർ വീണ്ടും തലസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്നു. സാധാരണ പോസ്റ്ററുകൾ എഴുതുമ്പോഴേക്കും അത് കൈകൾ കൊണ്ട് ഒരു കൈയെഴുത്ത് പ്രതിയായിട്ട് തന്നെയാണ് ചുവരുകളിലെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ എന്നാൽ ഇത് പ്രിൻ്റ് ചെയ്ത് ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ ഇവിടേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമായും കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ്ങുണ്ടാകണം, എന്നും എപ്പോഴും ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് പ്രവർത്തകർ, തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മാത്രമാണ് ഈ പോസ്റ്ററിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. മുൻപ് നേരത്തെ 2000-ലെല്ലാം തന്നെ ശൂരനാട് രാജശേഖരൻ കൊല്ലത്തൊക്കെ ആദ്യഘട്ടത്തിൽ മത്സരിക്കുമ്പോഴായിരുന്നു ഒരു പോസ്റ്റർ യുദ്ധത്തിൽ കൂടി കോൺഗ്രസ് കളം പിടിച്ചതെങ്കിൽ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ തിരുവനന്തപുരത്ത് ഒരു പോസ്റ്റർ യുദ്ധം കളന്നിറയുമ്പോൾ അത് കെ മുരളീധരനിലൂടെയാണ് വീണ്ടും വരുന്നത്. അങ്ങനെ തലസ്ഥാന നഗരിയിൽ ഈ മുരളീധരനെ വേണമെന്ന് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിന് പിന്നിലൊരു അജണ്ടയാണോ എന്നാണ് പ്രധാനമായി അറിയുന്നത്. അപ്പോൾ മുരളി ആവശ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ തീർച്ചയായിട്ടും മുരളി വരണമെന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ മുരളി തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആകണം. അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് പുള്ളി വന്ന് തീർച്ചയായിട്ടും 100 സീറ്റിൽ കൂടുതൽ ഇവിടെ കോൺഗ്രസ് പിടിച്ചിരിക്കും. കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമായിരിക്കുമല്ലോ ഈ പോസ്റ്റർ. തീർച്ചയായിട്ടും ഞാനും കോൺഗ്രസ്സുകാരനായിരുന്നു. പല വാർഡ് മണ്ഡലം തലങ്ങളിലൊക്കെ ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ളതാണ്. DCC ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിനുള്ള തുടർ ചർച്ചകളിന് മറുപടി പറയേണ്ടത് നേതാക്കളാണ്. പ്രധാനമായും എങ്ങനെയുള്ള ഒരു അന്വേഷണം തലത്തിലേക്കൊക്കെ ഇനി പോകേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു പോസ്റ്ററിന് പിന്നിൽ പ്രധാനമായ ഒരു ആസൂത്രണം ഉണ്ടാകും. പ്രധാനമായും ദിവസങ്ങൾക്കകം തന്നെ ഇത്തരത്തിൽ ഒരു ആസൂത്രണം കഴിഞ്ഞ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും എന്ത് എന്നുള്ള ചോദ്യമാണ് ഇനി പോകുന്നത്. എന്തായാലും പോസ്റ്റർ യുദ്ധം തലസ്ഥാനത്തെ ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ ചൂട് പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ക്യാമറമാൻ സുനിലിനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്.